ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇന്റർനെറ്റ് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വരാനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഇന്ത്യയിൽ പറക്കുന്ന വേഗതയിലുള്ള ഇന്റർനെറ്റ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം സ്റ്റാർലിങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് വഴിയാണ് നമുക്ക് ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്നത്. ഏത് കാട്ടിലും മേട്ടിലും ഇന്റർനെറ്റ് ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജിയോ ആണെങ്കിലും നമുക്ക് ലഭിക്കുന്നത്, എയർടെൽ ആണെങ്കിലും നമുക്ക് ലഭിക്കുന്നത് ഫൈബർ കണക്ഷൻ വഴിയാണ്. അതായത് വയറിന്റെ ആവശ്യമുണ്ട്. ഫൈബർ കണക്ഷൻ വഴിയാണ് ഇത് ലഭിക്കുന്നത്. പിന്നീട് നമുക്ക് നെറ്റ് ലഭിക്കുന്നത് സിം വഴിയാണ്. ഈ സിമ്മിന് ടവറിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇത് സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഭൂമിയിലേക്ക് ഇന്റർനെറ്റ് ലഭിക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിപ്ലവമായിരിക്കും സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഈ നെറ്റ് സാധാരണക്കാർക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് കാണിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം ഒരുപാട് ഡിജിറ്റൽ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. എലോൺ മസ്ക് സ്റ്റാർലിങ്ക് UIDUമായി സഹകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വ്യവസായി എലോൺ മസ്കിന്റെ കമ്പനിയായിട്ടുള്ള സ്റ്റാർലിങ്ക് ഇനി ഇന്ത്യയിലെ ഉപയോക്താക്കളെ ആധാർ വഴി ആധികാരികതയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്യത്ത് സാറ്റലൈറ്റ് അധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നൽകുന്നതിന് സ്റ്റാർലിങ്കിന് സർക്കാരിൻ്റെ അംഗീകാരം നൽകിയതായിട്ട് ബുധനാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. UIDAI, അതായത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് ആധാർ എന്ന് പറയുന്നത്. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർലിങ്ക് അതിൻ്റെ ഉപയോക്താക്കളെ തിരിച്ചറിയാൻ ആധാർ KYC ഉപയോഗിക്കും. ഇത് മുഴുവൻ പ്രക്രിയയും ലളിതവും സുരക്ഷിതവും വേഗവുമാക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു കണക്കനുസരിച്ച് നിലവിലെ ശേഷിയിൽ സ്റ്റാർലിങ്കിന് ഇന്ത്യയിലെ ഏകദേശം 2 ദശലക്ഷം ഉപയോക്താക്കളെ ബന്ധിപ്പിക്കാൻ കഴിയും. ആധാർ പ്രാമാണീകരിക്കുന്നതിലൂടെ ഉപയോക്തൃ ഓൺബോർഡും സുഗമവും അനുയോജ്യവുമാകും. അവരുടെ വീടുകൾക്കും ബിസിനസ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും വേഗത്തിലും സുരക്ഷിതവുമായിട്ടും അതിവേഗത്തിലുള്ള ഇന്റർനെറ്റ് ആക്സസ് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. UIDAI CEO ഭുവനേഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മനീഷ് ഭരദ്വാജ്, സ്റ്റാർലിങ്ക് ഇന്ത്യൻ ഡയറക്ടർ പർണീഷ് ഉർദുറേഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്റ്റാർലിങ്കിനെ സബ് ഓതന്റിക്കേഷൻ യൂസർ ഏജൻസിയുമായും KYC യൂസർ ഏജൻസിയായി നിയമിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ സേവനം ഉറപ്പാക്കുന്നതിനായി സ്റ്റാർലിങ്ക് ഭാരതി എയർടെലുമായും റിലയൻസ് ജിയോയുമായും പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് ടെലികോം നെറ്റ്വർക്ക് വഴി നേരിട്ട് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭിക്കാനും ഉപയോക്താക്കൾക്ക് കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.